തിരുവനന്തപുരം ചിറയിൻകീഴിൽ ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. കീഴുവലം ഗ്രാമപഞ്ചായത്തിലെ കല്ലുപാലം പനപ്പള്ളി വീട്ടിൽ സുഹൈലിന്റെ പ്രാവിൻകൂട്ടിലാണ് രാവിലെയോടെ പാമ്പിനെ കണ്ടത്. സുഹൈൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പ്രശസ്ത പാമ്പ് പിടുത്തക്കാരൻ വാവാ സുരേഷ് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. 5 വയസ്സ് പ്രായമുള്ള മൂർഖൻ പാമ്പിനെയാണ് പ്രാവിൻകൂട്ടിൽ നിന്നും വാവാ സുരേഷ് പിടികൂടിയത്. ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് ചിറയിൻകീഴിനടുത്ത് NS ബ്ലോക്കിനടുത്താണ്. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ വീട്ടിൽ എനിക്ക് പണ്ട് 10 മിനിറ്റ് പ്രാവ് ഉണ്ടായിരുന്നു. പന്തയ പ്രാവിനെ വളർത്തുന്ന സ്ഥലത്ത് മുട്ട വെച്ചിരുന്നത്. മുട്ട എടുക്കാനായിട്ട് വന്നൊരു മൂർഖനതി, ഒരു 5 വയസ്സോളം പ്രായമുള്ള പെണ്ണതിയായിരുന്നു. ഈ പ്രാവശ്യം മുട്ട വരിഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നും നമ്മുടെ വിഷയങ്ങളല്ല. പാമ്പിങ്ങനെ വരുമ്പോൾ പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കുഞ്ഞുമക്കളുള്ള അമ്മമാരും അപ്പന്മാരും ഒക്കെ ഭയത്തിലാണ്, പേടിച്ച് ജീവിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ചില ഒരു കുഞ്ഞ് വാർത്ത വരുമ്പോൾ അതിനെ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട്, അനാവശ്യമായി പ്രചരിപ്പിച്ചുകൊണ്ട്, ചേരയെ കണ്ടാലും ചേരയുടെ ഫോട്ടോ കാണിച്ചിട്ട് മൂർഖനാണെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന, ചുവർപ്പാമ്പിനെ കണ്ടത് വെനമുള്ള ശങ്കുരാണെന്ന് പേടിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഭയമല്ല വേണ്ടത്, മുൻകരുതലാണ് വേണ്ടത്. നമുക്കറിയാം ചിറയിൻകീഴിന്റെ തൊട്ടടുത്തുള്ള അഴൂരാണ് ഒരു കൊച്ചുമോൻ 8 വയസ്സുള്ള മോൻ പാമ്പടിയിട്ട് മരണപ്പെട്ടത്. അത് നമുക്കറിയാം വേനൽ കുടുംബ പാമ്പ് നമ്മുടെ വീടിനകത്തേക്ക് വരുന്നു എന്ന് പറയപ്പെടുന്നു. ശുദ്ധമണ്ഡലത്തിലാണ് നമ്മുടെ വീട്ടിൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ വേനൽ ചൂട് കൂടുന്നത്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല, 37-38 ഡിഗ്രി ചൂട് തന്നെ മുന്നേ വന്നിട്ടുണ്ട്. അന്നൊന്നും നമുക്ക് ഇത്രയും അപകടങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ പാമ്പുകൾ നമ്മുടെ പറമ്പിലേക്ക് വരാനും നമ്മുടെ നാട്ടിലേക്ക് വരാനും കൂടുതൽ വരാനൊക്കെ സാഹചര്യം ഒരുങ്ങുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പാമ്പിനെ പിടുത്തക്കാരുടെ എണ്ണം കൂടിയതിനു ശേഷം 2-3 വർഷത്തിന് ഇപ്പുറമാണ് ഇത്രയും പാമ്പിന്റെ സാന്നിധ്യം നമ്മുടെ നാട്ടിലേക്ക് കൂടുന്നത്. പല ആൾക്കാരും പിടിക്കുന്ന പാമ്പുകളെ എവിടെയാണ് റിലീസ് ചെയ്യുന്ന ഒരു കണക്കുകളില്ല, ഒരു കറക്റ്റായിട്ട് ഡാറ്റാസ് ഇല്ല. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ അപകടം ഉണ്ടാകുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ അറിയാലോ, നമ്മുടെ ആൾക്കാരൊക്കെ ഇപ്പൊ നമ്മുടെ ഭയങ്കര ചെടിയെ സ്നേഹിക്കുന്നവരാണ്, ഇപ്പോൾ തെരുവ് നായ സ്നേഹിക്കുന്നവരാണ്, തെരുവ് പൂച്ചകളെ സ്നേഹിക്കുന്നവരാണ്, പക്ഷികളെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്ക്. ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ ആവശ്യത്തിന് വേണം. കാരണം നമ്മൾ ചെടി വെക്കുന്ന സമയത്ത് വീടിന്റെ മുറ്റം മുഴുവനും ചെടിച്ചട്ടികൾ അടുക്കി വെക്കുക, അത് സിമെന്റിലോ ഇന്റർലോക്കിൽ വെക്കുക, ഇഷ്ടികയിൽ വെക്കുക, താബൂക്കിൽ വെക്കുക, ഇതൊക്കെ അപകടങ്ങളാണ്. ഈ പറന്ന് നടക്കുന്ന ചെടികളൊക്കെ ഒഴിവാക്കുക. പരമാവധി നിങ്ങളുടെ വീട്ടിന്റെ മുന്നിലും പിന്നിലുള്ള പടികൾ, വാതിൽ പടികളിൽ പടി വെക്കുക, കീഴ് പടി വെക്കാൻ നിങ്ങൾ ശ്രമിക്കണം. വീട്ടിനകത്തുനിന്ന് വേസ്റ്റ് വെള്ളം പോകുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ അടുക്കളയിൽ നിന്ന് സിങ്കിൽ നിന്ന് വെള്ളം പോകുന്നതായിക്കോട്ടെ, കുളിമുറിയിൽ നിന്ന് പോകുന്നതായിക്കോട്ടെ, വാഷിംഗ് മെഷീനിൽ നിന്ന് പോകുന്നതാകട്ടെ, ഇതെല്ലാം അകത്ത് നിങ്ങൾ MC-യിലൊത്ത് സാധനം വെച്ച് അടയ്ക്കണം. ഇതിനകത്തോട്ട് വരാനുള്ള വഴികൾ ഒരുക്കാതിരിക്കുക. പിന്നെ വീടിനോട് ചേർന്ന് ജനൽ വാതിൽ, ഇതൊക്കെ ജനലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഹൈറ്റിൽ ഒരു കാരണവശാലും നിങ്ങൾ വിറവൊന്നും പറക്കി അടുക്കി വെക്കാതിരിക്കുക. പിന്നെ എന്താ പറയുക, ഈ വടി പോലും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൽ കൂടെ പെട്ടെന്ന് ഇഴഞ്ഞ് മുകളിലേക്ക് കയറാൻ പറ്റും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കണം. പിന്നെ അതുപോലെ ചൂട് കൂടുമ്പോൾ ജനൽ തുറന്നിട്ട് കിടക്കണമെന്ന് ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് തുറന്നിട്ട് കിടക്കും. പക്ഷേ മാലയും സ്വർണ്ണമൊന്നും ഇട്ടുകൊണ്ട് കിടക്കുന്ന ആൾക്കാർ ജനലൊരു പറിച്ചുകൊണ്ട് പോകും. പാമ്പൊന്നും കയറി ഒന്നും എടുത്തുകൊണ്ട് പോകാൻ പോകുന്നില്ല. ഇതൊക്കെ കുറെ ആൾക്കാർ പ്രചരിപ്പിക്കുന്ന. ഇന്നലെ ഞാൻ കണ്ടു, ഒരു എന്താ പറയുക, ഫ്രിഡ്ജിനകത്ത് നല്ല തണുത്തിരിക്കുന്ന ഫ്രിഡ്ജിനകത്ത് ഒരു മൂർഖൻ പാമ്പിനെ കുഞ്ഞിരിക്കുന്നു. മൂർഖൻ പാമ്പിനെ കൊണ്ടുവച്ചിട്ട് ഷൂട്ട് ചെയ്ത് എന്തിനാണ് വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ ജനങ്ങളെ പേടിപ്പിക്കുന്നത്? ജനങ്ങൾ എങ്ങനെയെങ്കിലും സമാധാനത്തിൽ ജീവിക്കും. ഒന്നാമത് സമാധാനമില്ല, അതിൻ്റെ ഇടയിൽ കൂടി നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക.
വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല നമ്മളെ അരിയാന്ന് പിടിക്കാൻ വന്നിട്ട്. അതിനറിയാം. തലസ്ഥാന വാർത്തകൾ ചിറയൻകീഴ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്